ഹായ് എവരിബഡി, വെരി മോർണിംഗ്. ഞാൻ ഇന്ന് 10 മിനിറ്റ് മുന്നേ എൻ്റെ ഞാൻ ഫേസ്ബുക്ക് ന്യൂസ് ഞാനിങ്ങനെ പൊതുവെ അപ്ഡേറ്റ്സ് ആയിട്ട് കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ കണ്ണിലൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. ആ അഡ്വർടൈസ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ജോബ് ഫെസ്റ്റ്, സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരിലൊരു ജോബ് ഫെസ്റ്റ്. നല്ല കാര്യം. പക്ഷേ എൻ്റെ മൈൻഡ് ഒന്ന് സ്ട്രൈക്കായത് എന്നെ ഒന്ന് പിടിച്ച് നിർത്തിയത് എന്താണെന്നറിയോ? അതായത് ആ വ്യക്തിയായിട്ട് എനിക്കൊരു പ്രശ്നവുമില്ല, ആ സ്ഥാപനമായിട്ട് എനിക്കൊരു പ്രശ്നവുമില്ല. അതായത് നമ്മളെ കോളേജ് ക്യാൻറ്റീൻ എത്രയോ തവണ ഭക്ഷണം കഴിച്ചതും വെള്ളം കുടിച്ചതും ഇനിയും കഴിക്കേണ്ടതുമായ സ്ഥലം. ഇതൊന്നും ആർക്കും എഴുതി കൊടുത്ത സ്ഥലമൊന്നുമല്ല. ഏത് കോളേജും അല്ല, കോളേജ് ക്യാൻറ്റീനും അല്ല. ആരാണോ നല്ല ഫുഡ് തരുന്നത്, ആരാണോ നല്ല വെള്ളം കുടിക്കാൻ തരുന്നത്, ആരാണോ നമ്മൾ ക്ഷീണമാകുമ്പോൾ പോയിട്ട് മധുവേട്ടാ ഒരു ഗ്ലാസ് വെള്ളം വേണം, എനിക്ക് ഷുഗർ ലോ ആണ്, അല്ലെങ്കിൽ കൃഷ്ണേട്ടാ എനിക്കൊരു ഗ്ലാസ് വെള്ളം, ചൂടുവെള്ളം നന്നായിട്ട് വേണം എന്ന് പറയുമ്പോൾ തരുന്ന ആൾ തന്നെയാണല്ലോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ. അതുകൊണ്ട് അവരുമായിട്ട് ഇതിൽ യാതൊരു ബന്ധവുമില്ല. എന്നാലും ആരാണോ പ്രതികരിക്കുന്നത് അവരാണ് പുറത്ത്. അപ്പോൾ ഈ പറയുന്ന ക്യാൻറ്റീനിന്ന് 2 വർഷത്തോളമായി ഒരു വളരെ മോശമായ, അതായത് നഗ്ന വീഡിയോ, അതായത് എന്ത് വീഡിയോ എന്ന് അതിനിപ്പോൾ പറയേണ്ടത്, ഒരു സെക്സ് വീഡിയോ ഈ ക്യാൻറ്റീനിലെ ആളെ കയ്യിൽ നിന്ന് അറിയാതെ, അങ്ങ് അറിഞ്ഞുകൊണ്ട് ചെയ്യൂല, അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തോന്നില്ല, അങ്ങ് പോയി എന്ന് പറഞ്ഞാൽ നോക്കത്താ ദൂരത്ത് എത്തി. ഇൻക്ലൂഡിങ് ഒരു ലേഡി പ്രിൻസിപ്പൽ അടുത്തടക്കം എത്തി. ഒരുവിധം കുട്ടികളെ ഗ്രൂപ്പ്, പഠിച്ച് പോയവരെ ഗ്രൂപ്പ്, പാരൻസ് ഗുഡ് മോർണിംഗിന് പകരം ഈ വീഡിയോ അറിയാതെ പോയി. അന്നാ മനുഷ്യൻ വല്ലാത്ത തളർന്നു. അയാളെല്ലാവരും കൂടി അന്നേരം പിന്നെ നമുക്ക് പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ അങ്ങ് തളരും. അറിഞ്ഞും കൊണ്ട് അയാൾ ചെയ്തതാന്ന് തോന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറം ലോകം അറിയാതെ കൈകാര്യം ചെയ്യുന്ന ടീമാണ് ആര്? നമ്മളെ അതിലേക്കാണ് ഞാൻ വരുന്നത്, സർവീസ് സംഘടനകൾ. പിന്നെ അവിടെയില്ലേ കുട്ടികളും പ്രതികരിക്കാത്തത് കൊണ്ടാവാം, അതിനെ ചൊല്ലിയിട്ട് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരാൾ തന്നെ വർഷങ്ങളായിട്ട് ക്യാൻറ്റീൻ നടത്തുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരുന്നത് എപ്പോഴാ? ഒരാൾക്ക് നീതി, മറ്റൊരാൾക്ക് നീതി നിഷേധവും നടത്തുമ്പോഴാണ് ചർച്ച വരുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആ വ്യക്തിയായിട്ട് നമുക്ക് യാതൊരുവിധ ബന്ധവുമില്ല. പക്ഷേ കോളേജിൻ്റെ ചിറ്റപ്പ നയം, കോളേജിൻ്റെ സർവീസ് സംഘടനകളെ തെമ്മാടിത്തരം, കോളേജിലെ സർവീസ് സംഘടനകളെ തെമ്മാടിത്തരമാണ് ഇപ്പം പറയാൻ പോകുന്നത്. അതിന് ക്യാൻറ്റീനായിട്ടുള്ള ബന്ധമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് ഇദ്ദേഹം അയച്ചൊരു വീഡിയോ മുഴുവൻ സ്ഥലത്തേക്ക്, മുഴുവൻ ആളുകളിലേക്ക് സ്പ്രെഡായി. ഡിലീറ്റ് എവരി വൺ കൊടുക്കേണ്ടതും, ഏതൊരു ഡിലീറ്റ് കൊടുക്കേണ്ടതും ഈ അയച്ചാക്ക് മാറിപ്പോയി. പിന്നെ അത് കോളേജിൽ വെച്ച് നല്ല ഭംഗിയായിട്ട് അവിടെ മുക്കി. ഇത് ശ്രീലതയാണെങ്കിലോ എന്നേ സസ്പെൻഷൻ അടിച്ചേനെ, എന്നേ ട്രാൻസ്ഫർ അടിച്ചേനെ, എന്നേ എന്നെ അപമാനിച്ചേനെ, എന്നെ ഏതെല്ലാം തരത്തിൽ എനിക്കെതിരെ ഒപ്പ് ശേഖരിച്ചേനെ, എന്നെ ഏതെല്ലാം തരത്തിൽ അവർ പീഡിപ്പിച്ചേനെ. അതായത് വ്യക്തിയിലധിഷ്ഠിതമായിട്ടും തെമ്മാടിത്തരവും ചെയ്യുന്ന സർവീസ് സംഘടനകൾ നടത്തുന്ന ഒരു തെമ്മാടിത്തരാണ്. ചിലർക്ക് നീതി, ചിലർക്ക് നീതി നിഷേധം. ഇപ്പോൾ ഒരാൾക്ക് സെക്സ് വീഡിയോ അയക്കാം,
സെക്ഷുവലായിട്ട് കമൻറ്റ് പറയുക, ഇനി കയറി പിടിക്കുക. NGO യൂണിയൻ പ്രൊട്ടക്റ്റ് ചെയ്യും. ചുമര് എഴുതാം. KGOയും NGO യൂണിയനും കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രൊട്ടക്റ്റ് ചെയ്യും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ ക്യാൻറ്റീനും ആ ക്യാൻറ്റീൻ നടത്തുന്ന ആളും. അയാൾക്ക് അന്നൊരു സൗകര്യം ചെയ്തു കൊടുത്തു. അയാളെ മാനസിക നില പരിഗണിച്ചു. പറ്റിപ്പോയതിന് മാപ്പ്. അതിലൊന്നും നമുക്ക് എതിരഭിപ്രായമില്ല. പക്ഷെ അത് വ്യക്തികളെ നോക്കിയിട്ട് ചെയ്യുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. ഈ നിയമം എല്ലാവർക്കും ഒരുപോലെ അല്ലേ? NGO യൂണിയനും KGOയും ആണോ പോലീസ് സ്റ്റേഷനും കോടതിയും മധ്യസ്ഥവും പാർട്ടി ഓഫീസും ഒക്കെ എഞ്ചിനീയറിംഗ് കോളേജാണ്. എൻ്റെ നേരെ ഒപ്പ് ശേഖരിക്കുമ്പോൾ ഭീരുക്കളായ പലരും ഒപ്പിട്ടു. എല്ലാവരും ഇല്ല. ഭീരുക്കളായ ഒരുപാട് ആൾക്കാർ അവർ നേരെ കൂടിയിട്ട് ഒപ്പിട്ടു. എന്തുകൊണ്ട് അന്ന് ക്യാൻറ്റീൻ നടത്തിപ്പുകാരനെതിരെ ഒപ്പ് ശേഖരിച്ചില്ല? എന്തുകൊണ്ട് അയാളെ പിടിച്ച് പുറത്താക്കിയില്ല? ഇത്രയും വലിയൊരു അപരാധം ചെയ്തിട്ട്. അറിഞ്ഞോ അറിയാതെയോ അത് അടുത്ത വിഷയം. ചുമരെഴുതിയവനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ലേഡീസിനെ അപമാനിച്ചവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. സെക്സ് വീഡിയോ അയച്ച് കൊടുത്തവരെ ഈ സർവീസ് സംഘടന പ്രൊട്ടക്റ്റ് ചെയ്യും. ഇത് ശരിക്കും അനുവദിക്കരുത്. ഞാൻ ഈ വീഡിയോ മുന്നേ ഈ സംഭവം പറഞ്ഞിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് വെച്ചിട്ട് തന്നെ ഇന്ന് ഫേസ്ബുക്കിൽ ഒരു ജോബിൻ്റെ ഒരു പരസ്യം, അതായത് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചിട്ട് ഒരു ജോബ് ഫെസ്റ്റ്, മീൻസ് ഒരു രജിസ്ട്രേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു സംഭവം ചെയ്ത ആളാണ് അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൽ വന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അതായത് എവിടെയാണോ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ തീർത്തും ഒഴിവാക്കൂ. തെറ്റ് ചെയ്തവരെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന മെസ്സേജാണ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഇടത് സർവീസ് സംഘടനകൾ നൽകുന്നത്. അതിൽ കുട്ടികൾക്ക് പരാതിയില്ല, സ്റ്റാഫിന് പരാതിയില്ല, സംഘടനകൾക്ക് പരാതിയില്ല. കുറേ പേടിത്തൂറികൾ എല്ലാറ്റിനെയും തലയാട്ടുന്നു. പ്രതികരിച്ച പണി കിട്ടും. ഇതാണോ ജനാധിപത്യം? അതുകൊണ്ടാണല്ലോ ഒരു ലേഡിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ അവർക്ക് അതിന് നായിൻ്റെ വിലയില്ലാത്തത്, നായിക്കാട്ടത്തിൻ്റെ വിലയില്ലാത്തത്. കാരണം ഇവരിങ്ങനെ എത്ര കണ്ടു, ഇവരിങ്ങനെ എത്ര പ്രൊട്ടക്റ്റ് ചെയ്തു. സ്വർണം പോയി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന്, എന്തെങ്കിലും ചെയ്തോ? ഇല്ല. സ്വർണം പോയതിന് ഒരു പ്രശ്നവുമില്ല. ആ പോയ സ്ത്രീ അനങ്ങാതെ അവരവരെ വീട്ടിൽ പോവാം. പലതും നടക്കുന്നുണ്ട് അവിടെ. അത് അവിടെ വെച്ച് മുക്കാൻ കിട്ടിയില്ലെങ്കിൽ ട്രാൻസ്ഫർ അടിക്കും, ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്താക്കും, സസ്പെൻഷൻ അടിക്കും, ജോലി കളയും, യൂട്യൂബ് പൂട്ടിക്കും, ഒപ്പ് ശേഖരിക്കും. കുറേ ഊളന്മാർ, അതും അവരവരെ നാട്ടിൽ നടക്കൂല എന്ന് കണ്ടിട്ട് കണ്ണൂർ വന്നിട്ട് തെമ്മാടിത്തരം ചെയ്യുന്ന കുറേ ആൾക്കാർ. എനിക്ക് ഈ ക്യാൻറ്റീനായിട്ട് ഒരു വ്യക്തിപരമായ പ്രശ്നമില്ലേ. ഞാൻ ഭക്ഷണം കഴിക്കുന്ന വെള്ളം കുടിക്കുന്ന സ്ഥലം തന്നെയാണ്. പക്ഷെ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതും ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതും സർവീസ് സംഘടന, ഇടത് സർവീസ് സംഘടന. എഞ്ചിനീയറിംഗ് കോളേജിലെ ഇടത് സർവീസ് സംഘടന ഉണ്ടെങ്കിൽ എത്ര പെണ്ണ് പിടിക്കാം, എന്ത് വീഡിയോ അയക്കാം, എന്ത് തെമ്മാടിത്തരം ചെയ്യാം. ജോലി സമയത്ത് കയറി പിടിക്കാം, ജോലി സമയത്ത് മദ്യപിച്ച് വരാം, ജോലി സമയത്ത് ചുമരെഴുതി വെക്കാം, എന്ത് വൃത്തികേട് ചെയ്യാം. ഇല്ലാത്ത വൃത്തികേട് അടിച്ചിട്ട് എഴുതി ട്രാൻസ്ഫർ അടിക്കും, ഇല്ലാത്തത് വെച്ച് സസ്പെൻഷൻ അടിക്കും. എല്ലാ സംരക്ഷണത്തിനും ഇടത് സർവീസ് സംഘടന കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുവാന്ന്. എന്തുണ്ട് തെമ്മാടിത്തരം ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, എന്തുണ്ട് വൃത്തികേട് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ വൃത്തികേട് ഞങ്ങൾ ഏറ്റു, നിങ്ങൾ വൃത്തികേട് ധൈര്യമായിട്ട് ചെയ്തോ, ഞങ്ങൾ ഏറ്റു.
നിങ്ങളെ സെക്സ് വീഡിയോ അയച്ചോ, നിങ്ങൾ ചുമരെഴുതിക്കോ, നിങ്ങൾ കട്ടോ, കളവ് പറഞ്ഞോ, പെണ്ണ് പിടിച്ചോ, ഞങ്ങളുണ്ട് പറകിൽ, ഞങ്ങളുണ്ട്.